ഒരു പേഴ്സണൽ ട്രെയിനറിനെ ഹയർ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഇത് നമുക്കത് സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. പക്ഷേ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ഈ പേഴ്സണൽ ട്രെയിനറിനെ ഹയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഷോ അപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ് നെറ്റിലൊക്കെ നോക്കി വർക്കൗട്ട് ചെയ്ത് നല്ല ചാറ്റ് ജി ടി പി ഒക്കെ എടുത്തില്ലെങ്കിൽ ഗൂഗിൾ ജെമിനിയൊക്കെ എടുത്തില്ലെങ്കിൽ ഗ്രോക്കൊക്കെ എടുത്ത് നിങ്ങൾക്ക് നല്ല വർക്കൗട്ട് പ്രോഗ്രാം ഉണ്ടാക്കിയാൽ അത് തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങളത് എങ്ങനെ ഫോളോ ചെയ്യും? ഓരോ വർക്കൗട്ടിൻ്റെ ഫോം എന്തൊക്കെയാണ്? ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വലിയ ഐഡിയ കാണത്തില്ല. അപ്പം ഇനിയുള്ള കാലത്ത് ഇനിയിപ്പോൾ എ ഐയുടെ കാലമാണ്. ഇപ്പം മിക്ക ജോബുകളും ഇപ്പോൾ കോഡിങ് ജോബൊക്കെ മരിച്ചെന്നാണ് കേൾക്കുന്നത്. ഇപ്പം മിക്ക ജോബുകളും എ ഐ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പേഴ്സണൽ ട്രെയിനിങ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം പേഴ്സണൽ ട്രെയിനർക്ക് ആ ഒരു സമയത്തും നല്ലൊരു വാല്യൂ കാണും. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഇപ്പം മെയിൻ ആയിട്ടുള്ള കാര്യം മോട്ടിവേഷനാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ട് കാര്യം നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ സ്വയമായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഞാൻ ജിമ്മിൽ പോകുന്നില്ല, ഇന്ന് വേണ്ട നാളെ പോകാം അങ്ങനെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഒരാൾക്ക് പേഴ്സണൽ ട്രെയിനർക്ക് പൈസ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും അവന് പൈസ കൊടുത്തതല്ലേ പോയേക്കാം അങ്ങനെ പറഞ്ഞ് നിങ്ങൾ പോകും. ഇത് ചിലപ്പോൾ ആഴ്ചയിൽ 1-2 വട്ടം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പേഴ്സണൽ ട്രെയിനർ ഇല്ലാണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇപ്പം നിങ്ങൾ സ്വയമായിട്ടാണ് ചെയ്യുന്നത്, അപ്പം നിങ്ങൾ ആഴ്ചയിൽ 1-2 വട്ടം നിങ്ങൾ മിസ് ചെയ്യും. ഇപ്പം നിങ്ങൾ ആഴ്ചയിൽ 4 ദിവസം പോകുന്ന ആളായിരിക്കും ജിമ്മിൽ, ചിലപ്പോൾ നിങ്ങൾ 2 ദിവസമേ പോകത്തുള്ളൂ. നിങ്ങൾ മടി പിടിച്ചു, നിങ്ങൾ എന്തെങ്കിലും വർക്ക് കാരണം അങ്ങനെയൊക്കെ മടി പിടിച്ചു. പക്ഷെ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ പൈസ ട്രെയിനർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം ചിലപ്പോൾ നിങ്ങൾ പോകുന്നിരിക്കും. അപ്പോൾ ഒരു ഇയറിലേക്ക് എടുക്കുമ്പം അത് ഭയങ്കര ഡിഫറൻസ് ആണ്. ഒരു 50-40% ഡിഫറൻസ് വരും പേഴ്സണൽ ട്രെയിനർ ഹയർ ചെയ്യുന്നതും പേഴ്സണൽ ട്രെയിനറിനെ ഹയർ ചെയ്യാത്ത ആളും തമ്മിൽ. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നത്തെ മെയിൻ സംഭവമാണ് നിങ്ങളുടെ ഫോം. ഇപ്പം പേഴ്സണൽ ട്രെയിനർ എന്ന് വെച്ചാൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും. ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ജിമ്മിലേക്ക് വന്ന് നെറ്റിൽ നോക്കി ഓരോ സംഭവം ചെയ്ത് യൂട്യൂബിൽ കയറി നിങ്ങൾ വർക്കൗട്ട് ഫോം നോക്കി. ഇപ്പം ശരിയാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി വർക്കൗട്ട് ഫോം കിട്ടും. പക്ഷെ ഓരോരുത്തരുടെ ബോഡി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ചില ആളുകൾക്ക് ലാറ്റ് പുൾ ഡൗൺ കിട്ടുന്ന പോലെയല്ല മറ്റു ചില ആൾക്ക് ലാറ്റ് പുൾ ഡൗൺ. ചില ആളുകൾക്ക് സ്കോട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റു ചില ആളുകൾക്ക് സ്കോട്ട്. ഇപ്പം ചില ആളുകൾക്ക് നിങ്ങളുടെ ഫീമർ ബോൺ ഉണ്ടല്ലോ, തൈല ബോൺ, അത് ചില ആളുകൾക്ക് കൂടുതലായിരിക്കും, ചില ആളുകൾക്ക് കുറവായിരിക്കും. ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള വർക്കൗട്ട് ആയിരിക്കും അവർ തരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഓപ്റ്റ് ആയിട്ടുള്ള വർക്കൗട്ട് ആയിരിക്കും അവർ തരുന്നത് ആ യൂട്യൂബേഴ്സിന്. പക്ഷെ ഒരു പേഴ്സണൽ ട്രെയിനർ ആകുമ്പം അയാൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ ഫീമർ ബോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ തൈസിലെ ബോൺ വലിപ്പം കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹിപ്പിന് എന്തെങ്കിലും ജനറ്റിക്കലി എന്തെങ്കിലും ഒരു അലൈൻമെന്റ് വേറെ എന്തെങ്കിലും ആണെങ്കിൽ, അപ്പൊ അതെല്ലാം തിരിച്ചറിയാൻ പറ്റും. ഒന്ന് ഫ്രീ സ്കോട്ട് ചെയ്യുന്നതിലൂടെ ആ ഒരു ട്രെയിനർക്ക് എല്ലാം അറിയാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പൊ സ്കോട്ട് ചെയ്യുമ്പോൾ ഹീൽസ് വെച്ച് സ്കോട്ട് ചെയ്യണം, ആ ഹീൽസ് എത്ര വലിപ്പം വേണം, അല്ലെങ്കിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വരുത്തണം. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോങ് ടൈമിൽ നല്ല ബെനിഫിറ്റ് വരും. അല്ലാണ്ട് നിങ്ങൾ യൂട്യൂബിൽ നിന്നൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്കോട്ടും റെഡി ആവത്തില്ല, നിങ്ങൾ ബാക്ക് റൗണ്ടും ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ബാക്ക് സ്ട്രൈറ്റ് ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ ബാക്ക് റൗണ്ട് ആയിരിക്കും. ഒരു 4 റെപ്പൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ ബാക്ക് റൗണ്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ലോങ് ടൈമിൽ പ്രശ്നമേ ഉണ്ടാകത്തുള്ളൂ, നിങ്ങൾക്ക് സ്പൈന് കംപ്ലൈന്റ് വരും. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം ഏതൊക്കെ മസിലാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് സ്കോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പം നിങ്ങൾക്ക് സ്കോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഏതൊക്കെ മസിലാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ടത്, ഇതെല്ലാം ഒരു പേഴ്സണൽ ട്രെയിനർ അറിയാൻ പറ്റും. ഇപ്പം ഒരു കോമ്പൗണ്ട് വർക്കൗട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ കോമ്പൗണ്ട് വർക്കൗട്ട് നിങ്ങൾക്ക് എന്താണ് സ്കോട്ട്, ഡെഡ് ലിഫ്റ്റ്, ബെഞ്ച് പ്രസ്സും ഓവർ ഹെഡ് പ്രസ്സും, ഇതൊക്കെയാണ് കോമ്പൗണ്ട് വർക്കൗട്ട്. രണ്ട് ജോയിൻസ് ഒക്കെ കൂടുതലും തന്നെയാണ്, ഒന്നിൽ കൂടുതൽ ജോയിൻസ് കൂടുതലും തന്നെയാണ് കോമ്പൗണ്ട് വർക്കൗട്ട്സ്. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ചില മസിൽസ് ഒക്കെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. ഇപ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് സ്കോട്ട് കൊടുക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചില മസിൽസ് സ്ട്രെങ്തൻ ചെയ്യണം. ഇപ്പം ഇറക്ടർ സ്പൈനാലെ ബാക്കിലത്തെ നമ്മുടെ സ്റ്റെബിലിറ്റി ഒക്കെ നിർത്തുന്ന മസിലാണ്, നമ്മുടെ ഈ പോസ്റ്ററൊക്കെ റെഡിയാക്കുന്ന മസിലാണ്. അപ്പം അങ്ങനത്തെ മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന വർക്കൗട്ട്സ് കൊടുക്കണം, കോർ സ്ട്രെങ്തൻ ചെയ്യുന്ന വർക്കൗട്ട് കൊടുക്കണം. ഇപ്പം ഇതൊക്കെ നമുക്ക് ഒരിക്കലും ചാറ്റ് ജി ടി പിയിലോ അല്ലെങ്കിൽ ജെമിനയിലോ നമ്മൾ കൊടുത്താൽ ചിലപ്പോൾ ഫുള്ളായിട്ട് കിട്ടുമെന്നില്ല. അത് നിങ്ങളെ മിസ്ലീഡ് ചെയ്യും, ഉറപ്പായിട്ടും മിസ്ലീഡ് ചെയ്യും, കറന്റ് മിസ്ലീഡ് ചെയ്യും. ഈ ഫ്യൂച്ചറിൽ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്ന കൊണ്ടുള്ള ബെനിഫിറ്റ് ഈ 2 മെയിൻ കാര്യമാണ് ഏറ്റവും ഞാൻ ടോപ്പ് വെക്കുന്നത്. പിന്നെയും കുറെ ബെനിഫിറ്റ് ഉണ്ട്. ഈ രണ്ടുമാണ് ഏറ്റവും മെയിൻ കാര്യം. പിന്നെ മെയിൻ ആയിട്ടുള്ള വെച്ചാൽ നിങ്ങൾ ഒരു പേഴ്സണൽ ട്രെയിനർ എങ്ങനത്തെ ഉള്ള ഒരാളാണെങ്കിൽ, ഇപ്പം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അദ്ദേഹമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം അദ്ദേഹമായിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ കുറെ എൻവയോൺമെന്റ്, ജിമ്മിലുള്ള എൻവയോൺമെന്റും കാര്യമൊക്കെ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് അറ്റാച്ച് ആവും. അപ്പം പെട്ടെന്ന് ഇപ്പം ഒരു ജിമ്മിലെ ട്രെയിനർ ആണെങ്കിൽ ട്രെയിനറിന്റെ അല്ലാത്തുള്ള ക്ലയൻസ് ഒന്നും ചോദിക്കത്തുള്ളൂ. അപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പേഴ്സണൽ ട്രെയിനിങ് എടുത്തുകൊണ്ട് നമുക്ക് കുറെ റെസ്പെക്ട് കിട്ടും. നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മറ്റാളുകളുടെ നിന്ന് കുറെ റെസ്പെക്ട് കിട്ടും. അപ്പൊ അങ്ങനെ നമ്മളൊരു കമ്മ്യൂണിറ്റീന്റെ ഭാഗമാകും. നമ്മൾ എന്തൊക്കെയാണ് അങ്ങനെ ഒരു ഫീൽ നമുക്ക് വരും. അപ്പം ആ ഒരു ഫീലും നമ്മുടെ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരും. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ജിമ്മിൽ ഷോ അപ്പ് ചെയ്യുകയും ചെയ്യും, നമ്മൾ ലോങ് ടൈമിൽ ഫിറ്റ് ആവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എല്ലാവരും നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളൊരു ബോക്സിങ്ങിലേക്ക് പോകണമെങ്കിൽ എന്തായാലും ബോക്സിംഗ് കോച്ച് ഇല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഓൺലൈനിൽ പഠിക്കാം, ഭയങ്കര പാടായിരിക്കും. പക്ഷെ
അതുപോലെ തന്നെ എല്ലാ കാര്യം ബാസ്കറ്റ് ബോൾ ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഇതൊക്കെ ഒരു ലെവലിൽ കൂടുതൽ പോകണമെങ്കിൽ ഒരു ലെവലിൽ കൂടുതൽ നിങ്ങൾക്ക് പുഷ് ചെയ്യണമെങ്കിൽ ഒരു കോച്ച് മസ്റ്റ് ആയിട്ട് കൂടെ വേണം. അതുപോലെ തന്നെ ഫിറ്റ്നസിന്റെ കാര്യം നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് നന്നായിട്ട് ക്ലൈംബ് ചെയ്യണമെങ്കിൽ ഒരു ഇഞ്ചറിയും അധികം ഇഞ്ചറി ഒന്നും വരാത്ത രീതിയിൽ പെട്ടെന്ന് ക്ലൈംബ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോച്ച് വേണം. അപ്പം നിങ്ങൾ ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് ലെവൽ ആണെങ്കിൽ കോച്ചിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഓൾറെഡി നിങ്ങൾ തന്നെ ഇഞ്ചറി ഒക്കെ വന്ന് നിങ്ങൾക്ക് തന്നെ പഠിച്ചിട്ടുണ്ട് ഓരോ കാര്യമൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ. പക്ഷെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനുള്ള ഫൈനാൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നല്ലൊരു കോച്ചിനെ ഹയർ ചെയ്ത് ജിമ്മിൽ പോയി നല്ലൊരു കോച്ചിനെ ഹയർ ചെയ്ത് PT എടുത്ത് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അപ്പൊ എനിക്ക് ഈ വീഡിയോ അത്ര പറയാനുള്ളൂ. കുറെ പേര് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് ഈ ജിമ്മിലൊക്കെ. ഇങ്ങനെ ഈ ബിഗിനേഴ്സ് ഒക്കെ വർക്കൗട്ടൊക്കെ ഭയങ്കര മോശം ഫോമിലാണ് ചെയ്യുന്നത്. പിന്നെ അവരെയൊക്കെ നമ്മൾ മാക്സിമം കറക്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ എല്ലാവരും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഏറ്റവും നല്ലൊരു പേഴ്സണൽ ട്രെയിനർ ഹയർ ചെയ്യാനാണ് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.